അനാഥരായ 2 കുട്ടികളെ വളർത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായാലോ? നല്ല നന്മയായിരിക്കും. കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. എന്നാ കാള പോലെ വളർന്ന 2 കുട്ടികളെ വളർത്തുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയായാലോ? ഈ പീഡനങ്ങളും കുത്തുവാക്കുകളും സഹിച്ചിട്ടും അനാഥാലയം വിട്ടുപോകാത്ത ഗതികെട്ട 2 കുട്ടികളുടെ കഥയാണെങ്കിൽ എങ്ങനെയുണ്ടോ? അതിലൊരു നന്മയില്ല. എടാ ദുഷ്ട, എനിക്കൊരു സിനിമ കിട്ടിയ അന്ന് ആദ്യം നീ പറഞ്ഞോണ്ടിരിക്കുന്ന ഈ വാടകയുടെ കടായിരിക്കണം ഇത്. ഓ അപ്പൊ നിങ്ങൾ ഇവിടെ ഓസിനാണല്ലേ താമസിക്കുന്നത്? അപ്പൊ നമുക്ക് ടീം എടുക്കാം. ഞാനും മച്ചു അവി ഒരു ടീം. ആ അല്ല, അപ്പം ആരോ വിളിക്കണ്ടേ? ലക്കി, മീനു, വാ. സിമ്പിൾ സിമ്പിൾ. Easy. One word. Malayalam. Kilikam. കിലുക്കം. ആദ്യത്തേതുകൊണ്ട് കുറച്ച് ഈസി ഉള്ളത് തന്നു. ഒട്ടും നിലവാരല്ലേ? ഓക്കെ, നീ വാ. കാണികളാ, പോയി കാണിക്ക്. ഓക്കെ, 2 വാക്ക്. 2 മലയാളം. മലയാളം. ഒരു വാക്ക്. വെയിറ്റ്. മഴവിൽ. ഇവനത് നസീറ. കൂടാരം. മഴവിൽ കൂടാരം. മഴവിൽ കൂടാരം. പൊളി വിനു. മച്ചു പറഞ്ഞു. ഇയാളെന്ത് പറയാ? ഓക്കെ, ഭാഷ പറ. മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. ഹലോ, എന്താണിത്? എന്നാ പിന്നെ സിനിമയുടെ പേരും കൂടി പറഞ്ഞു കൊടുക്ക്. എന്തറിയാണ്ട് പറഞ്ഞു കളി. അങ്ങനെ നെഞ്ചോന. എത്ര ഇതുണ്ട്? വേർഡ്സ് ഉണ്ട്. ഒരു വേർഡ് കാണിക്കും. കൈവേദന, പ്രാർത്ഥന, കഞ്ചാവ്, പൈസരാജ. അതായത് കുറെ സമയം ഇത് കുറെ സമയം ഒന്ന് മരിച്ച ഒരാൾ കഴിഞ്ഞു. പോയിക്കോ. ഏതാണ് പടയാണ്? പറ. ശങ്കർ. എന്താ ശങ്കർ? ഇന്ത്യയെ നോക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ പറഞ്ഞു കാണിച്ചാൽ ഏത് നീ കാണിക്കുന്നത്? ഞാൻ വിശ്വസിക്കില്ല. അക്ഷയ് കുമാറിന്റെ പടാണ്. അയാളെ ഊളം പറഞ്ഞില്ല. പലതരം കണ്ടിട്ടില്ല. ഇതെന്താണ് പിന്നെ കാണ്? ഇതിന്റെ കാര്യം സങ്കടം ഉണ്ടല്ലേ? പോട്ടെട്ടോ. കഴിഞ്ഞ് എത്ര നേരം അവന്റെ ചിരിയാണ്. പറ. മലയാളം, തമിഴ്, ഹിന്ദി. തമിഴ്. ഓക്കെ, ഒരു കാര്യമില്ല. മൈക്ക് മത ക്യാമറ. തീർന്ന് കഴിഞ്ഞ് എത്ര തോൽവിയാണ്? 14-2. വേറെ വല്ല പണിക്കുമ്പോ നിങ്ങള് ജംഷറാജിന്റെ കിങ് ആണ്, വേൾഡ് ചാമ്പ്യൻ ആണ്. ആർക്കൊക്കെ ലഞ്ച്? എനിക്ക് നമുക്ക് 2 വേണം. ഇവർക്ക് ബൂസ്റ്റ് ആയിക്കോട്ടല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും ലൈം ജ്യൂസിന് എടുത്തോ. ക്ഷീണമാന്റെ മൂസ്റ്റല്ലാണ്. അവി കളി തോറ്റോണ്ട് പറയല്ല, അവനെന്തോ ചാത്തൻ സേവ ഉടായ്പ എന്തോണം അവൻ. എടാ സാമേ, നിന്റെ ഫ്രണ്ടിന് ഇപ്പൊ പറഞ്ഞു കേട്ടോ. അത് ശരി. നിന്നെ കളിയിൽ തോൽപ്പിച്ചപ്പോ അയാൾ എന്റെ ഫ്രണ്ട് ആയല്ലേ? എടാ ഫോർമാലിറ്റി ഒക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ. നീ ഒരു പരിപാടിക്ക് വിളിച്ചോണ്ടെന്നല്ല ഞാൻ ഇത്ര സമയം മാനായിട്ട് പരിപാടി. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ആര് പരിപാടിക്ക് വിളിച്ചോ? നീ ഒരാളെ വിളിച്ചോണ്ട് അതിട്ട് വന്നേ. ഞാൻ ഹലോ മച്ചു, നിന്റെ ഫ്രണ്ട് അല്ലേ? നിന്റെ പോലെ കയറി വന്ന് അവിടെ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നപ്പോ ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് വിളിച്ചോണ്ട് വന്നല്ലേ. എനിക്ക് ആളെ പരിചയമൊന്നുമില്ല.
ശരിക്കും അയാളെ ആർക്കാ പരിചയം? അപ്പൊ ഇതിപ്പോ അടുക്കളയിൽ നിൽക്കുന്നത് ആരാ? അയ്യോ അദൃശ്യ ശക്തി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ കാണാൻ പറ്റുന്നുണ്ടോ? പ്രേതൊന്നുമല്ല, ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയപ്പോ കള്ളനാണോ? എടാ രാവിലെ എന്നെ മാങ്ങറിഞ്ഞ് കൊല്ലാൻ നോക്കി. പ്രൊഫഷണൽ കില്ലറായിരിക്കും. ആള് എന്റെ ഫോൺ കിടന്നുറങ്ങിയത്. ഏ ചരിത്രം. ആരാണ് അയാൾ? ലൈം ജ്യൂസ് റെഡി. റിപ്പർ മച്ചു. ലൈം ജ്യൂസ്. റിപ്പർ മച്ചു. നിനക്ക് മാങ്ങ കയറണം, മാങ്ങ കഴിക്കണം അല്ലെ? ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാൽ നല്ല ഇടി കൊടുത്തിട്ട് പോലീസിനെ ഏൽപ്പിച്ചാ മതി ട്ടാ. പോലീസിനെ വിളിക്കണ്ട. ഇയാളൊന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. അഴിച്ചുവിട്ടേക്ക്. ഞാൻ പറയണത് നിങ്ങളത് കേക്ക്. മോഷ്ടിച്ചിട്ടില്ല എന്ന് ആർക്കറിയാം? നമ്മൾ ഉറങ്ങായിരുന്നില്ലേ? ഇയാള് രാത്രി വല്ല ഇവിടുന്ന് കടത്തിയിട്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇയാളും കൂടെ അതിനൊപ്പം പോകൂലേ? ഇയാളവിടെ നിൽക്കോ? നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാ? അതൊന്നും പറയാൻ പറ്റില്ല. രാത്രി ഒരു ദിവസം ഇയാളെയും കാണാണ്ടായി, കൂടെ കൊടുത്ത എല്ലാ സാധനങ്ങളെയും കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ സംശയിക്കില്ലേ? അതിന് പകരം രാത്രി ഇയാൾ സാധനങ്ങൾ മുഴുവൻ കടത്തിയിട്ട് തിരിച്ചുവിടുന്ന കിടന്നാണെങ്കിലോ? Correct. Point, point. അതെ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ അടിക്കില്ല. ഇവരെ കൊണ്ട് സത്യം പറയുമ്പോൾ എന്തൊരു വഴി? ജമ്പി ഒരു എക്സ്റ്റൻഷൻ കിട്ടിയാൽ അതിന് വഴിയുണ്ട്. അല്ലേ? നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ലാണ്. മതി. ഹലോ, സത്യം പറഞ്ഞോളൂ. ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ചോദ്യം ഉണ്ടാവില്ല. ഇതിനു മുമ്പ് എപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ചേ? ഇങ്ങോട്ട് ചോദ്യം ഒന്നും വേണ്ട. സത്യം പറ, താനേ സംഘത്തിൽപ്പെട്ടതാ? സഹകരണ സംഘത്തിൽപ്പെട്ടല്ലേ? ഞാനൊരു പാവം ഹിപ്പിയാ. ഹിപ്പി ഹിപ്പി ഹിപ്പി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷം. ഇടയ്ക്കൊക്കെ പോവും. കൂടുതലും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കാറ്. അല്ല അപ്പൊ വീട്ടുകാരൊക്കെ? അവരൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്ത് ജീവിക്കും. അപ്പൊ ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയേ? ഇവിടെ അടുത്തൊരു അമ്പലത്തില് ഉത്സവത്തിന് വന്നതാ. തിരിച്ചു വരുന്ന വഴി ഇവിടെ ലൈറ്റും പാട്ടും കേട്ടു. എന്താ സംഭവം നോക്കുമ്പോഴാണ് DH വിളിച്ച് അകത്തേക്ക് കയറ്റിയത്. സ്നേഹത്തോടെ ഒരാൾ വിളിച്ചാ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാം. സ്നേഹം എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ്സാ. വഴിയിൽ കിട്ടുന്നവരൊക്കെ സ്നേഹിക്കും, കുറെ സ്നേഹിക്കും, പിന്നെ സഞ്ചരിക്കും. അങ്ങനെ എന്തൊരു ലൈഫല്ലേ ചേട്ടനെ കുറിച്ച് ഞാനൊരു കഥ എഴുതിക്കോട്ടെ? എന്റെ വകയിലെ ഒരു കസിനെ പറ്റി ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലോ.